MC നാസർ തുടരുന്നുണ്ട്. നാസർ, ഇവിടെ ആണവ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണല്ലോ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടോ? ദിവ്യ, അങ്ങനെ കാര്യമായിട്ടുള്ളൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇന്നും പുറത്തു വന്നിരിക്കുന്നത്. നദാൻസ്, അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കാണ് ഒരു നിലക്കും ഒരു ആക്രമണവും ഇതുവരെ നടക്കാത്തത്. മറ്റിടങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ പോലും ഒരുപക്ഷെ ആഴ്ചകൾ എടുത്തുകൊണ്ടായിരിക്കണം അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സമയമെടുത്തേക്കും. പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇസ്രായേലി നേതൃത്വം അല്ലെങ്കിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ ആക്രമണങ്ങൾ എത്തിയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് ഇസ്രായേൽ പോലും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള കൂടുതൽ വലിയ ബോംബറുകളും മറ്റും ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങിയാലല്ലാതെ ഇറാന്റെ ഈ ആണവോർജ പദ്ധതിയെ അതിനെ തടസ്സപ്പെടുത്തുക എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വൈകിയാണെങ്കിലും ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. ആണവ വികിരണം സംബന്ധിച്ച ഈ ആക്രമണങ്ങളിലൂടെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര ആണവോർജ സമിതിയും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അന്താരാഷ്ട്ര ആണവോർജ സമിതിയും നൽകുന്നുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും പേടിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആണവ ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൂടി അത് പടരുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുവൈത്ത് കേന്ദ്രമായിക്കൊണ്ട് വിപുലമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങളും കൈക്കൊള്ളുന്നതായി ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ ആ വിധത്തിലുള്ള വലിയ തോതിലുള്ള ഒരു തകർച്ച ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ഏൽപ്പിക്കാൻ ഇസ്രായേലിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഏറ്റവും അവസാനം അവരും എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അതാണ്. എന്തായാലും ശക്തമായ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ അതേപോലെ തന്നെ ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഖംനയെ വധിക്കുക തന്നെ ചെയ്യും, ഖംനയെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന തരത്തിൽ ഇസ്രായേലിൽ നിന്നും പ്രകോപനപരമായ പ്രതികരണം തന്നെയാണ് വരുന്നത്. നാളെ എന്തായാലും വിയന്നയിൽ നിർണായക യോഗം ചേരുകയാണ്. അതിൽ ചില നിർദ്ദേശങ്ങൾ ഇറാന് മുൻപാകെ വയ്ക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.